ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC T20 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോങ്കോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കു സേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ GSTക്ക് കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും GST വഴി ഒരു പൊതു ചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് GST 2.0 പ്രകാരമുള്ള പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യ ഗാർഹിക വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മല സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി.
വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീം കോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻ വർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗവുമായി ബന്ധിപ്പിക്കുന്ന NH 148AEക്കായി 6 വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. कई सारे पीछे प्रयास किए गए थे. फाइनली आज जो प्रयास अप्रूव हुआ है वो है 6 लेन द्वारका टनल. ये 6,970 करोड़ रुपीस की है. और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन, उसमें कानपुर से काबराई के बीच में 4 लेन एक्सेस कंट्रोल्ड हाईवे 7,145 करोड़. और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है. एक्सेस कंट्रोल करना, उसकी वाइडनिंग, इम्प्रूवमेंट, वो सब भी उसमें इंक्लूडेड है. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ 2 ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോങ്കോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30 USA ബോസ്നിയ മത്സരം പുലർച്ചെ 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് രാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC T20 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോങ്കോയുമായി ഏറ്റുമുട്ടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.